നമസ്കാരം. ആകാശവും ഭൂമിയുമായുള്ള ബന്ധം, അതല്ലെങ്കിൽ വാന നിരീക്ഷണം, ഇതൊക്കെ തന്നെ എക്കാലത്തും മനുഷ്യന് ഏറെ താല്പര്യമുള്ള മേഖലകളാണ്. അതുപോലെ തന്നെയാണ് ഈ മേഖലയിൽ തർക്കങ്ങൾക്കും യാതൊരു കുറവുമില്ല. ഓരോ ഗവേഷകരും മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പഠനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കും മറ്റൊരു സംഘം ഗവേഷകർ രംഗത്തെത്തുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 13,000 വർഷങ്ങൾക്ക് മുമ്പ് ലൂസിയാനയിൽ ഒരു വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം വന്ന് ശക്തമായി പതിച്ചതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ തന്നെ ഇല്ലാതായി എന്ന വാദവുമായി ഒരു സംഘം ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്കൊപ്പം ഇപ്പോൾ സാഹിത്യകാരനും കൂടെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഏതാണ്ട് 12,500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പടുകൂറ്റൻ വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം ഭൂമിയിൽ വന്ന് പതിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ളതാണ് ഈ വാൽനക്ഷത്രമെന്നും ഇതിൻ്റെ ഒരു ഭാഗം വന്ന് പതിച്ചത് കാരണം ഒരു വലിയ സംസ്കാരത്തിൻ്റെ അവശേഷിച്ചിരുന്നതെല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചുപോയി എന്നുമാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ഗ്രഹാം ഹാൻകോക്ക് എന്നൊരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലറുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ ഹാൻകോക്ക് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ പുരാവസ്തു ഗവേഷകന്മാർ പലപ്പോഴും ഭൗതിക വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്നും ഇതിൻ്റെ പഴയ കാലങ്ങളിലേക്കോ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്കോ ഒന്നും തന്നെ കടന്നു ചെല്ലാതെ വെറുതെ തങ്ങൾക്ക് കയ്യിൽ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പഴക്കവും മറ്റും നിരീക്ഷിച്ചുകൊണ്ടും മാത്രമാണ് അവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് എന്നും ഇത് ശുദ്ധ അസംബന്ധമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും പ്രശസ്തനായ സാഹിത്യകാരൻ്റെ പല കൃതികളിലും പരാമർശിക്കപ്പെട്ടതുപോലുള്ളൊരു സംഭവം തന്നെയാണ് ഈ 13,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നവരും പറയുന്നത്. ഏതായാലും രണ്ട് കൂട്ടരും പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഒരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ. ഇവർ പറയുന്നതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ല എന്നാണ്. ഇത്തരത്തിൽ ഒരുപക്ഷെ വാൽനക്ഷത്രങ്ങളൊക്കെ തന്നെ പതിക്കുന്നത് ഭൂമിയിലൊരു സാധാരണ സംഭവമാണ്. ഡോക്ടർ അലൻ വെസ്റ്റ് എന്ന ഒരു ഗവേഷകനാണ് ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത്. ഏതായാലും ഗ്രീൻ ഹോക്കും ഇപ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ പറയുന്നത് അന്നുണ്ടായ ഈ സ്ഫോടനം എത്രയോ ആറ്റം ബോംബ് സ്ഫോടനങ്ങളെക്കാൾ ശക്തിയുള്ളതായിരുന്നു എന്നാണ്. അത്രയും ശക്തമായി ഇത് ഭൂമിയെ പിടിച്ചു കുലിക്കുന്നതാണ്. ഇതിന് അന്റാർട്ടിക്ക മുതൽ ലോകത്തെ വിവിധ രാജ്യങ്ങൾ വരെ ഇതിൻ്റെ പ്രത്യാഘാതമുണ്ടായി എന്നാണ് അവർ പറയുന്നത്. ഈ ലൂസിയാനയിൽ ഇത് വന്ന് പതിച്ച ആ ഭാഗത്ത് അഗാധമായൊരു ഗർത്തം രൂപം കൊണ്ടിരിക്കുന്നതായും ഇന്നും ആ ഗർത്തം അവിടെ തന്നെ ഉണ്ടെന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയൊരു വിഭാഗം നശിച്ചുപോയത് എന്നുമാണ് ഇവർ പറയുന്നത്. ധൂമകേതുക്കൾക്ക് സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിൽ കുടുങ്ങി ഭ്രമണപഥത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഗവേഷകർ പറയുന്നത് ടൗറിഡ് പ്രവാഹത്തിൽ 100 കിലോമീറ്ററിലധികം വീതിയുള്ള ഒരു കൂറ്റൻ വാൽനക്ഷത്രവും ഉണ്ടായിരുന്നു എന്നാണ്. ഈ വാൽനക്ഷത്രത്തിൻ്റെ ഭാഗമാണ് ഭൂമിയിലേക്ക് അടർന്നു വീണ് അവിടെ ഈ ഒരു വലിയ തോതിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചത് എന്നാണ് ഇവർ വാദിക്കുന്നത്. ഏതായാലും ഭൂമിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. സാഹിത്യത്തിൽ പറയുന്ന പല കാര്യങ്ങളും എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല എന്നാണ് ഹാൻകോക്കിന് ഒരു സംഘം ഗവേഷകർ നൽകുന്ന മറുപടി. ഇത് പല ഗ്രന്ഥങ്ങളിലും പറയുന്ന കഥാപാത്രങ്ങൾ പിന്നീട് ജീവിച്ചിരുന്നതായി സങ്കല്പിച്ചുകൊണ്ടെങ്കിൽ അവർക്ക് വലിയ പദവി നൽകിക്കൊണ്ട് ലോകത്തെ പുരാണങ്ങളും ഇതിഹാസങ്ങളിലുമൊക്കെ പരാമർശിക്കപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന് കരുതി അത് വിശ്വസിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഭാസത്തെയും കണ്ടാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ അടിത്തറയില്ലാതാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. 12,500 അല്ലെങ്കിൽ 13,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ശാസ്ത്രീയമായി ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും അവർ പറയുന്നുണ്ട്. ഹാൻകോക്ക് പറയുന്നത് ഈ അന്നത്തെ ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഫലമായി ഈ ധൂമകേതു വന്ന് പതിച്ചതിൻ്റെ ഭാഗമായി ആകാശം മൊത്തത്തിൽ പൊടി കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ്. അതുപോലെ അത് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും ഇരുട്ടിലാക്കി എന്നുമൊക്കെയാണ് ഇദ്ദേഹം വാദിക്കുന്നത്. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു അർത്ഥവുമില്ല. ഹാൻകോക്കും ഗവേഷകരും പറയുന്ന മറ്റൊരു കാര്യം ഐസ് കാലഘട്ടത്തിൽ മഞ്ഞ് യുഗത്തിൽ പോലും അവിടെ വലിയൊരു സംസ്കാരം നിലനിന്നിരുന്നു എന്നാണ്. ഇതൊക്കെ എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് അവർ ഒരിക്കലും വിശദീകരിക്കുന്നില്ല. അന്നത്തെ ജനങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഗാധമായ അറിവുള്ളവരായിരുന്നുവെന്നും അവരുടെ എല്ലാ ഗവേഷണ ഫലങ്ങളും ഈ ഒരു സ്ഫോടനത്തോടു കൂടി ഇല്ലാതായി തീർന്നു എന്നുമാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ച തർക്കങ്ങൾ തുടരുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഇനിയും പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ മേഖലയിലെ പ്രഗത്ഭരുടെ ഗവേഷണങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല.